എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ജനങ്ങളുടെ വികാരം എന്തെന്ന് ഏകദേശം എല്ലാവരുടെയും മനസ്സിലുണ്ട്. ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്റെ മനസ്സിലും ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് ഞാൻ പറയുന്നില്ലെങ്കിലും ആ ആഗ്രഹം വളരെ വ്യക്തമാണ്. നിങ്ങൾ പോകുന്നത് അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങൾ ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും അഹങ്കാരത്തിനും ഏകാധിപത്യത്തിനും എതിരായി മുട്ടൻ പണി ജനം കൊടുത്തിരിക്കുക. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. അത്രയേറെ പ്രതിഷേധം, അത്രയേറെ വെറുപ്പ് ഒരു സർക്കാരിന് നേരെ ഈ സമീപകാല രാഷ്ട്രീയ ചരിത്രം എവിടുത്തെ പരിധി നോക്കിയാലും കാണാൻ കഴിയും. 5 വർഷത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റും 10 വർഷത്തെ ഇടതുപക്ഷവും തമ്മിൽ കമ്പയർ ചെയ്തു. ജനസമ്പർക്ക പരിപാടിയുള്ള അടക്കമുള്ള പരിപാടി നടത്തി. അതാണ് UDF പറഞ്ഞത്. കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. നവകേരള സദസ് എന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിച്ചു. ജനം തിരിച്ചറിഞ്ഞു. ഉമ്മൻചാണ്ടി തരംഗം. അത്രമാത്രം ആളുകള് ഈ ഭരണങ്ങൾ കൊണ്ട് 10 വർഷമായിട്ട് ഈ ദുരിതം അനുഭവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഒരേ കളികളെ. ഇനിയിപ്പോ ചേട്ടന്റെ കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടില്ല. വരാനുള്ളതൊന്നും വഴി തങ്ങില്ല. കേരളത്തിന്റെ കഴിഞ്ഞകാല അനുഭവങ്ങളെല്ലാമായി ബന്ധപ്പെട്ട് വലിയ വിജയമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഈ തോൽവിക്കുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ വിശദമായി പരിശോധിക്കും. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേറ്റുന്നതിനു വേണ്ടിയുള്ള അത്യുത്സാഹമാണ് കേരളത്തിലുടനീളം ഞങ്ങൾ കാണുന്നത്. പര്യടനം മുതൽ പരിശോധിച്ച് നോക്കിയാൽ മുന്നണിയുടെ പ്രവർത്തകർക്കും മുന്നണി നേതാക്കന്മാർക്കും നല്ല ആത്മവിശ്വാസം തന്നെയാണ്. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ്, 3ാം ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ശമ്പളം തരുന്നതേ ഇവിടെ പണിയെടുക്കാനാണ്, നാടകം കളിക്കാൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ജയിക്കുമെന്നുള്ള ഉറപ്പാണ്. അക്കാര്യത്തിൽ ഒരു തർക്കത്തിന്റെയും പ്രശ്നമില്ല. അത് സഖാവ് മാത്രം തീരുമാനിച്ച പോരല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അനുകൂലമായ സാഹചര്യം മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷോട്ടോണ്ട് ഇറങ്ങിയിരിക്കുക. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അനുഭവം വെച്ചുകൊണ്ട് കാണാൻ ക്ഷമ പരീക്ഷിക്കരുത്. ഇതുകൊണ്ട് ഞാൻ ഒറ്റ വീക്ക് ചെന്നുണ്ടല്ലോ. നേരത്തെ പറഞ്ഞാണല്ലോ LDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരണം ജനം ആഗ്രഹിക്കുന്നു. തള്ളി ഇവിടം വരെ കൊണ്ടുവന്നു. ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായി. സാക്ഷരത നേടിയപ്പോൾ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് ജനങ്ങളാണ്. ജനങ്ങൾ നയിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് ഇക്കാര്യത്തെയും ധാർഷ്ട്യത്തെയും ഒന്നും ഇനി കേരളത്തിലെ ജനങ്ങൾ വെച്ച് പൊറുപ്പിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ഈ സർക്കാരിനെ ചുമന്നു മാറ്റാൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചുറച്ചതുപോലെയാണ് ഇതുവരെ നടന്ന പ്രചരണ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് പോയ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന ഫീഡ്ബാക്ക്. അതുകൊണ്ട് മൂഡ് ഏതാന്ന് ചോദിച്ചാൽ മൂഡ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തിരിച്ചുവരവിന്റെ മൂഡ്. ഞാനിതിനു മുമ്പ് മാധ്യമങ്ങൾ പ്രചരണ സമയത്ത് ചോദിച്ചപ്പോഴും പറഞ്ഞ പോലെ റിയൽ ഇലക്ഷൻ സ്റ്റോറി, ഗ്രൗണ്ട് സ്റ്റോറി എന്നുള്ളത് UDFന് 100% അനുകൂലമാണ്. മക്കളുടെ രാഷ്ട്രീയത്തിൽ ഒരു അറുതി വരുത്തണം. BJP നിഴലിനോട് യുദ്ധം ചെയ്യുന്നത് നിർത്തണം, എന്നിട്ട് യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. കണ്ണുള്ളവരെല്ലാം കണ്ടതാണ്, കാഴ്ചയുള്ളവരെ അത് മനസ്സിലാക്കിയതാണ്. അത് കണ്ട ഒരാളുടെ മുമ്പിൽ, യാഥാർത്ഥ്യങ്ങൾ അത്രത്തോളം കണ്ട ഒരാളുടെ മുമ്പിൽ പിന്നെ മറിച്ച് പറയും, ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും മാധ്യമപ്രവർത്തകർക്കെതിരെ പറയും, വാർത്ത കൊടുത്തവർക്കെതിരെ പറയും, പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്തിട്ട് കാര്യമുണ്ട്. എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാണ്. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണം നമ്മളെല്ലാവരും കണ്ടതല്ലേ ആ വിഷ്വൽസ് കണ്ടതിനോടുള്ള പ്രതികരണങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു പരിചയമില്ല എന്ന് പറഞ്ഞു. പ്രചരണത്തിന് മുമ്പുള്ള വേറെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ, വീഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടു. ആ കാറിൽ തന്നെ ഇരിക്കുന്നതായിട്ടും ഒപ്പമുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുന്നതായിട്ടൊക്കെ ഉള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ടു. എന്നെ സംശയിക്കരുത്. അതെല്ലാം കണ്ടത് വാർത്തയാക്കിയതും കണ്ടത് വിശ്വസിച്ചവരുമായിട്ടുള്ള ജനങ്ങളെ, അവരുടെ സാമാന്യ ബുദ്ധിയെ വീണ്ടും വെല്ലുവിളിക്കാൻ ശ്രമിക്കുക. അതൊരു അജണ്ടയും അല്ല. അവരെ നടപ്പിലാക്കിയ ഒരു കാര്യം ഒന്നേ ദൃശ്യത്തിൽ പതിഞ്ഞുള്ളൂ. ആ പതിഞ്ഞത് പുറത്തു വന്നു. ഞാൻ ഇന്നലെ പറഞ്ഞത് ആവർത്തിക്കുന്നു. അവരുടെ പണത്തെയും BJPയെയും രണ്ടും പാലക്കാട്ടെ ജനങ്ങൾ തിരസ്കരിക്കുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. പാലക്കാടിന്റെ ആത്മാഭിമാനം വിൽപ്പനക്ക് വെച്ചിട്ടില്ല. പാലക്കാട് രമേശ് പിഷാരടി നല്ല ഭൂരിപക്ഷത്തിൽ, 5 അക്ക ഭൂരിപക്ഷത്തിൽ രമേശ് പിഷാരടി കേരളത്തിന്റെ നിയമസഭയിലേക്ക് എത്തുമെന്ന് നിങ്ങൾ ഉറപ്പിച്ചു. ആദ്യം അദ്ദേഹം വന്നപ്പം പിന്നെ വളരെ ദുർബലനാണെന്ന് പറഞ്ഞു. പിന്നെ ചില കോണിൽ നിന്ന് അദ്ദേഹം കോമാളിയാണെന്ന് പറഞ്ഞു.
ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞു. ഓരോ ദിവസവും ഇവിടെ അദ്ദേഹം സ്പെൻഡ് ചെയ്തപ്പോഴും ഓരോ തവണ ജനങ്ങളുമായി സംവദിച്ചപ്പോഴും മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും ഇഷ്യൂസിനോട് റെസ്പോണ്ട് ചെയ്തപ്പോഴും അപ്പോഴെല്ലാം അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ അക്സെപ്റ്റൻസ് വർദ്ധിച്ചുകൊണ്ടേ. അവൻ പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ ശരിയല്ലേ? വ്യക്തിപരമായ ആക്ഷേപങ്ങൾക്കെല്ലാം അദ്ദേഹം പറഞ്ഞ മറുപടി, രാഷ്ട്രീയമായി അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ എല്ലാം പാലക്കാടൻ ജനത ഇഷ്ടപ്പെടുന്ന തരത്തിൽ രമേശ് പിഷാരടി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പാലക്കാടൻ ജനതയുടെ ഹൃദയങ്ങൾ ഒരു ഇടം പിടിച്ചു എന്ന് കണ്ടപ്പോൾ തുടങ്ങിയ അസ്വസ്ഥത. ആദ്യം വളരെ സില്ലിയായി നിസ്സാരമായി രണ്ട് മുന്നണിയും കണ്ട ഒരാള് ഇപ്പൊ എല്ലാ തരത്തിലുള്ള അറ്റാക്കിനും അദ്ദേഹം വിധേയനാവുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അദ്ദേഹം ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് അദ്ദേഹമാണെന്നാണ്. ഒരു ഫ്ലെക്സ് ബോർഡ് തൊട്ട് ഈ പറയുന്ന വ്യക്തി ആക്ഷേപങ്ങൾ വരെ അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അദ്ദേഹം പാലക്കാട് ജയിക്കാൻ പോകുന്നു എന്നുള്ള തിരിച്ചറിവ് എതിരാളികൾക്ക് കൃത്യമായിട്ട് ലഭിച്ചതുകൊണ്ടാണ്. പാലക്കാടിന്റെ വികസനത്തെ സംബന്ധിച്ച് വർഗീയതക്കെതിരായി വിദ്വേഷത്തിനെതിരായി നല്ല നിലപാടുള്ള ആള് തന്നെയാണ് ശ്രീ രമേശ് പിഷാരടി. അദ്ദേഹത്തെ ഇങ്ങനെ വളഞ്ഞിട്ട് നിരന്തരം കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ ബേസ് എന്ന് പറയുന്നത് ഇതാണ്. അദ്ദേഹം ഇവിടെ ജയിക്കാൻ പോവാണ് എന്നുള്ളത് എല്ലാവരും കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് തന്നെ UDF അനുകൂലമായിട്ടുള്ള വലിയ തരംഗമുണ്ട്. മറ്റാരും ഇല്ല എന്ന തരത്തിലൊക്കെ അവരവർ തന്നെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ വെച്ചുകൂട്ടിയ ഹോർഡിങ്സും ഈ നടത്തിയ പ്രചരണങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വന്നത്. എന്നാൽ പിന്നെ കാണാം ജനങ്ങളുണ്ട് എന്നുള്ള മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കൊടുക്കാൻ പോകുന്നത്. ആദ്യം ദുർബലനായ സ്ഥാനാർത്ഥി എന്നായിരുന്നു പറഞ്ഞിരുന്നത്, പിന്നെ രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞു. ശരിക്കും ഈ വോട്ട് ചെയ്യാൻ ഈ ക്യൂവിൽ നിൽക്കുന്ന എല്ലാ ജനങ്ങളും രാഷ്ട്രീയക്കാരാണ്. ജനാധിപത്യത്തിൽ രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നൊരു സ്ഥലമൊന്നുമില്ല. വോട്ട് ചെയ്യാൻ അവകാശമുള്ള ഈ രാഷ്ട്രീയക്കാരെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളാണ് ഏറ്റവും വലിയ രാഷ്ട്രീയക്കാർ. അപ്പോൾ ഞാൻ രാഷ്ട്രീയക്കാരനല്ല എന്ന് ഇവർ പറഞ്ഞു വരുത്തി. അതേ തുടർന്ന് ഞാൻ പറയുന്നതും പറയാത്തതുമായ സ്റ്റേറ്റ്മെന്റുകളെല്ലാം ഓരോ ചാനലിലെ എംബ്ലവും വെച്ച് കാർഡുകൾ ഉണ്ടാക്കി അവിടെ മുഴുവൻ പറഞ്ഞു വരുത്തി. എന്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ അധികാരത്തിൽ വരുമെന്നാണ്. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്, യാതൊരു സംശയവും അതിനകത്ത് വേണ്ട. എന്താണ് മേജർ സാറേ, ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ, ആവൽ തന്നെ വന്നിരുന്ന ഓരോ ഉപദേശങ്ങൾ. ഇത്രയും നാളത്തെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്കതാണ് കിട്ടിയ ഫീഡ്ബാക്ക്. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞാൻ പല ആളുകളുടെ അടുത്തും ചർച്ച നടത്തി, വ്യക്തിപരമായിട്ട് ചർച്ച നടത്തി, പല മണ്ഡലങ്ങളിലും പോയി പല സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ ഫീഡ്ബാക്ക് എടുക്കുകയുണ്ടായി. കാര്യം ഇത് എനിക്കൊരു പഠന മേഖലയും കൂടെ ആയതാണ്. ഈ പാടിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ ഈശോ മറിയ ഔസേപ്പേട്ട. അപ്പൊ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്തായാലും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഭൂരിപക്ഷം ഇല്ലെങ്കിലും അധികാരത്തിൽ വരും. കാരണം ആന്റി ഇൻകംബൻസി ഫാക്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഫാക്ടർ ഈ ഗവൺമെന്റിന് ഇല്ലായിരുന്നു. ഗവൺമെന്റിനെതിരെ ഒരു ആന്റി ഇൻകംബൻസി ഇല്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം. പറ്റിപ്പോ മായമോ ഇല്ലാത്ത നല്ല കൃത്യം കക്ഷികളാ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ നേതാവിനെ ആക്രമിച്ചുകൊണ്ട് ഒരു ആക്രമണം അഴിച്ചുവിടുകയുണ്ടായി. പിണറായി വിരുദ്ധർ അല്ലെങ്കിൽ പിണറായിസം എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസ്സുകാർ കുറെ നാളുകൊണ്ട് പിന്നെ കനകോലു പഠിച്ച പണി 18 നോക്കി എന്തെല്ലാം മാർഗങ്ങൾ അവലംബിച്ചു. ഇതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നത്. രാത്രി മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. പിന്നെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഓമന പേരിട്ട് വിളിച്ചിട്ട് സകല വർഗീയ കക്ഷികളുമായിട്ടും നീക്കുപോക്കുകൾ വരുത്താൻ ശ്രമിച്ചു. ബൈ ഹുക്ക് ഓർ ക്രൂക്ക്. ഇതെല്ലാം ജനങ്ങൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.